വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 5/9/2025, 6/9/2025, 7/9/2025 എന്നീ 3 ദിവസങ്ങളിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത്. വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആനുകാലിക ചോദ്യങ്ങൾ. 2025 സെപ്റ്റംബറിൽ തിരിച്ച് കേരളത്തിലെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജൻ. ഉത്തരം ഡോക്ടർ ഷേർലി വാസു. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജൻ. ഉത്തരം ഡോക്ടർ ഷേർലി വാസു. അടുത്തത് 2025 സെപ്റ്റംബറിൽ അന്തരിച്ച വിഖ്യാത ഫാഷൻ ഡിസൈനർ. ഉത്തരം ജോർജിയോ അർമാനി. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച വിഖ്യാത ഫാഷൻ ഡിസൈനർ. ഉത്തരം ജോർജിയോ അർമാനി. അടുത്ത ചോദ്യം. നാസയിലെ അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്ററായി നിയമിതനായ ഇന്ത്യൻ അമേരിക്കൻ വംശജൻ. ഉത്തരം അമിത് ക്ഷത്രിയ. നാസയിലെ അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്ററായി നിയമിതനായ ഇന്ത്യൻ അമേരിക്കൻ വംശജൻ. ഉത്തരം അമിത് ക്ഷത്രിയ. ഒന്നും കൂടി നോക്കാം. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജൻ. ഉത്തരം ഡോക്ടർ ഷേർലി വാസു. അടുത്ത ചോദ്യം. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച വിഖ്യാത ഫാഷൻ ഡിസൈനർ. ഉത്തരം ജോർജിയോ അർമാനി. അടുത്ത ചോദ്യം. നാസയിലെ അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്ററായി നിയമിതനായ ഇന്ത്യൻ അമേരിക്കൻ വംശജൻ. ഉത്തരം അമിത് ക്ഷത്രിയ. അടുത്ത ചോദ്യം. ശ്രീനാരായണ ഗുരുദേവന്റെ എത്രാമത് ജയന്തി ആഘോഷമാണ് 2025 നടന്നത്? ഉത്തരം 171. ശ്രീനാരായണ ഗുരുദേവന്റെ എത്രാമത്തെ ജയന്തി ആഘോഷമാണ് 2025 നടന്നത്? 171. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയറും ചെയ്യുക. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള രണ്ടാമത്തെ റെയിൽവേ പാലമായ സായ്ഡങ് റെയിൽവേ ക്രങ്ക് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം മിസോറാം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള രണ്ടാമത്തെ റെയിൽവേ പാലമാണ് സായ്ഡങ് റെയിൽവേ ക്രങ്ക് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം മിസോറാം. അടുത്ത ചോദ്യം. തായ്ലാൻഡിലെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം അനുതിൻ ചാരവിരാക്കോൾ. തായ്ലാൻഡിലെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനുതിൻ ചാരവിരാക്കോൾ. അടുത്തത്. സുപ്രീം കോടതി സമീപകാല നിർദ്ദേശത്തെ തുടർന്ന് തെരുവ് നായ്ക്കളുടെ പരിപാലനത്തെക്കുറിച്ച് വിശദമായ ചട്ടക്കൂട് പുറപ്പെടുവിച്ച രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി മാറുന്നത്. ഉത്തരം രാജസ്ഥാൻ. സുപ്രീം കോടതി സമീപകാല നിർദ്ദേശത്തെ തുടർന്ന് തെരുവ് നായ്ക്കളുടെ പരിപാലനത്തെക്കുറിച്ച് വിശദമായ ചട്ടക്കൂട് പുറപ്പെടുവിച്ച രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി മാറുന്നത്. ഉത്തരം രാജസ്ഥാൻ. ഒന്നുകൂടി. ശ്രീനാരായണ ഗുരുദേവന്റെ എത്രാമത് ജയന്തി ആഘോഷമാണ് 2025 നടന്നത്? ഉത്തരം 171. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള രണ്ടാമത്തെ റെയിൽവേ പാലമായ സായ്ഡങ് റെയിൽവേ ക്രങ്ക് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് മിസോറാം. തായ്ലാൻഡിലെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം അനുതിൻ ചാരവിരാക്കോൾ. സുപ്രീം കോടതി സമീപകാല നിർദ്ദേശത്തെ തുടർന്ന് തെരുവ് നായ്ക്കളുടെ പരിപാലനത്തെക്കുറിച്ച് വിശദമായ ചട്ടക്കൂട് പുറപ്പെടുവിച്ച രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി മാറുന്നത്. ഉത്തരം രാജസ്ഥാൻ. അടുത്തത്. ബഹിരാകാശ കാലാവസ്ഥ പ്രവചനത്തിന്റെ പരിവർത്തനം ചെയ്യുന്നതിനായി നാസ രൂപവൽക്കരണം ചെയ്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ. സൂര്യ. ബഹിരാകാശ കാലാവസ്ഥ പ്രവചനത്തെ പരിവർത്തനം ചെയ്യുന്നതിനായി നാസ രൂപവൽക്കരണം ചെയ്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ. ഉത്തരം സൂര്യ. ഉത്തരം വരുന്നത് സൂര്യ ആണ്.
ബഹിരാകാശ കാലാവസ്ഥാ പ്രവചനത്തെ പരിവർത്തനം ചെയ്യുന്നതിനായി നാസ രൂപവൽക്കരണം ചെയ്ത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ സൂര്യ. അടുത്ത ചോദ്യം, സസ്റ്റൈനബിൾ പവർ 1404 എന്ന പേരിൽ നാവികാഭ്യാസം നടത്തിയ രാജ്യം? ഉത്തരം ഇറാൻ. സസ്റ്റൈനബിൾ പവർ 1404 എന്ന പേരിൽ നാവികാഭ്യാസം നടത്തിയ രാജ്യം ഇറാൻ. അടുത്ത, ജപ്പാൻ സർക്കാരിൻ്റെ ഫോറിൻ മിനിസ്റ്റേഴ്സ് കമാൻഡേഷൻ ബഹുമതി ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞൻ? ഉത്തരം ഡി ശക്തികുമാർ. ജപ്പാൻ സർക്കാരിൻ്റെ ഫോറിൻ മിനിസ്റ്റേഴ്സ് കമാൻഡേഷൻ ബഹുമതി ലഭിച്ച മലയാള ശാസ്ത്രജ്ഞൻ ഡി ശക്തികുമാർ. അടുത്ത ചോദ്യം, സ്ത്രീകൾക്ക് പ്രതിമാസം 2700 രൂപ സഹായം നൽകുന്ന ലാഡോ ലക്ഷ്മി യോജന പദ്ധതി ആരംഭിച്ചത്? ഹരിയാന. സ്ത്രീകൾക്ക് പ്രതിമാസം 2700 രൂപ സഹായം നൽകുന്ന ലാഡോ ലക്ഷ്മി യോജന പദ്ധതി ആരംഭിച്ചത് ഹരിയാന. IPL നിന്ന് വിരമിക്കാൻ പ്രഖ്യാപിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം? ഡോക്ടർ ആർ അശ്വിൻ. IPL നിന്ന് വിരമിക്കാൻ പ്രഖ്യാപിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം ആർ അശ്വിൻ. ആദ്യത്തെ കൃത്രിമ മനുഷ്യ ചർമ്മം വികസിപ്പിച്ചെടുത്ത രാജ്യം? ഓസ്ട്രേലിയ. ആദ്യത്തെ കൃത്രിമ മനുഷ്യ ചർമ്മം വികസിപ്പിച്ചെടുത്ത രാജ്യം? ഓസ്ട്രേലിയ. പുതുതായി ആദായനികുതി പ്രാബല്യത്തിൽ വരുന്നത് 2022 ഏപ്രിൽ 1-ന്. പുതിയ ആദായനികുതി പ്രാബല്യത്തിൽ വരുന്നത് 2026 ഏപ്രിൽ 1. അവസാനത്തെ ചോദ്യം, കാനഡയിലെ വാൻകവർ ചലച്ചിത്രമേളയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം? ഉത്തരം ഞാൻ രേവതി. കാനഡയിലെ വാൻകവർ ചലച്ചിത്രമേളയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഞാൻ രേവതി. ഒന്നും കൂടി നോക്കാം. സുപ്രീം കോടതി സമീപകാലത്തെ നിർദ്ദേശത്തെ തുടർന്ന് തെരുവ് നായ്ക്കളുടെ പരിപാലനത്തെക്കുറിച്ച് വിശദമായ ചട്ടക്കൂട് പുറപ്പെടുവിച്ച രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി മാറുന്നത്? ഉത്തരം രാജസ്ഥാൻ. ബഹിരാകാശ കാലാവസ്ഥാ പ്രവചനത്തെ പരിവർത്തനം ചെയ്യുന്നതിന് നാസ രൂപവൽക്കരണം ചെയ്ത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം വരുന്നത് സൂര്യ. സസ്റ്റൈനബിൾ പവർ 1404 എന്ന പേരിൽ നാവികാഭ്യാസം നടത്തിയ രാജ്യം? ഇറാൻ. ജപ്പാൻ സർക്കാരിൻ്റെ ഫോറിൻ മിനിസ്റ്റേഴ്സ് കമാൻഡേഷൻ ബഹുമതി ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞൻ? ഡി ശക്തികുമാർ. സ്ത്രീകൾക്ക് പ്രതിമാസം 2700 രൂപ സഹായം നൽകുന്ന ലാഡോ ലക്ഷ്മി യോജന പദ്ധതി ആരംഭിച്ചത് ഹരിയാന. IPL വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം? ആർ അശ്വിൻ. ആദ്യത്തെ കൃത്രിമ മനുഷ്യ ചർമ്മം വികസിപ്പിച്ചെടുത്ത രാജ്യം? ഓസ്ട്രേലിയ. പുതിയ ആദായനികുതി പ്രാബല്യത്തിൽ വരുന്നത് 2026 ഏപ്രിൽ 1. കാനഡയിലെ വാൻകവർ ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം? ഞാൻ രേവതി. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.